ഹലോ എവരിവൺ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാഡമി. ദിസ് ഈസ് ശരത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിയുടെ തന്നെ ക്രൂഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് GST എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST പറ്റിയിട്ടാണ്. അപ്പം GST എന്ന് പറയുമ്പം ആ പേര് തന്നെയുണ്ട്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പം അങ്ങനെ തന്നെ PSCക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതായത് അതിന്റെ എക്സ്പാൻഷൻ ഉൾപ്പെടെ. അതായത് ഇപ്പം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന് പകരമായിട്ട് ഗുഡ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. സോ അതിന്റെ എക്സ്പാൻഷൻ ഇറ്റ്സെൽഫ് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇനി എന്താണ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ അല്ലെങ്കിൽ കൺസപ്ഷൻസ് ഓഫ് സെയിൽ ആൻഡ് മാനുഫാക്ചർ അല്ലെങ്കിൽ സെയിൽസ് ഓഫ് ഗുഡ്സ് എന്നാണ് പറയുക. അതായത് ഒരു ടാക്സ് ആണ്. അതായത് നമുക്ക് GST എന്ന് പറയുന്നത് നമുക്കൊരു ടാക്സ് ആണെന്ന് അറിയാം. ഇനി എന്ത് ടൈപ്പ് ഓഫ് ടാക്സ് ആണ്? ഇതൊരു ഇൻഡയറക്ട് ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പരോക്ഷ നികുതിയാണ്. പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ അതിന്റെ കാശ് അടയ്ക്കുന്നത് കൺസ്യൂമേഴ്സ് ആയിരിക്കും. അതായത് ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു സോപ്പ് മേടിക്കുകയാണെങ്കിൽ ആ സോപ്പ് ഇപ്പം ഞാനാണ് മാർക്കറ്റിൽ പോയി സോപ്പ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ആ സോപ്പിന്റെ സൈഡിൽ അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന്റെ സൈഡിൽ ഒരു ഇത്ര ശതമാനം GST എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആരാ അത് പേ ചെയ്യുന്നത്? നമ്മളാണ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആണ് പേ ചെയ്യുന്നത്. അപ്പൊ കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടാക്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പം GSTയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത് നമ്മളിപ്പം പറഞ്ഞതാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് എന്താ പറയുക, ബോത്ത് ഓൺ ദി കൺസ്യൂമേഴ്സ്. അതായത് രണ്ടും എന്താണ്, ഒരാളുടെ ഇതിൽ തന്നെയാണുള്ളത്, അതായത് കൺസ്യൂമേഴ്സിന്റെ ഇതിലാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ GST എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്. ഡെസ്റ്റിനേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണോ അത് കൺസ്യൂം ചെയ്യുന്നത് അവിടെ വെച്ച് അത് ടാക്സ് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് കേരളയിൽ ഉണ്ടാക്കി, പക്ഷെ അത് ആ സാധനം വിറ്റ് പോകുന്നത് ചിലപ്പം ആന്ധ്രാപ്രദേശിലാണെങ്കിൽ അവിടെ ആയിരിക്കും എന്ത് ഇമ്പോസ് ചെയ്യുന്നത്, GST ഇമ്പോസ് ചെയ്യുന്നത്. അപ്പം ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം GST എന്തെന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ, സെയിൽസ് ആൻഡ് കൺസപ്ഷൻ ഓഫ് സെയിൽസ് ആൻഡ് ഗുഡ്സ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ടാക്സ് ചെയ്യുന്ന ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, അതെന്താണ്, ഒരു കൺസപ്ഷൻ ടാക്സ് ആണ്. എന്തുകൊണ്ടാണ് കൺസപ്ഷൻ ടാക്സ് എന്ന് പറയുന്നത്, അതായത് കൺസ്യൂമേഴ്സ്, അതായത് നമ്മളാണ് GST പേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു കൺസപ്ഷൻ ടാക്സ് എന്നും, പിന്നെ എവിടെയാണോ അത് സംഭവിക്കുന്നത് ആ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന് ബേസ് ചെയ്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നുണ്ട് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 പോയിന്റ് പറയണം. ഒന്നെന്ന് പറഞ്ഞാൽ കൺസപ്ഷൻ ബേസ്ഡ് ആണ്, രണ്ടാമത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്, പിന്നെ അതിന്റെ ഡെഫിനിഷൻ നോക്കുക, പിന്നീട് അതിന്റെ എക്സ്പാൻഷൻ നോക്കുക. ഇനി ഈ GST എന്ന് പറയുന്ന ആശയം, അതായത് GST എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മളെ 2015 P ചിദംബരമാണ് പാർലമെന്റിൽ ആദ്യമായിട്ട് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താ പറയാ, പ്രസ്താവന രൂപേണ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് GST വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ വിച്ച് ഇയർ എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്കൊരു വ്യക്തത വേണം, എന്താണ്, P ചിദംബരമാണ് പാർലമെന്റിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെ? ഇനി നമുക്കറിയാം, എന്ത് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ കമ്മിറ്റി ഫോം ചെയ്യാറുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കുമല്ലോ ഇപ്പം ഏതൊക്കെ കാര്യങ്ങൾ GSTയുടെ അടിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ GSTയുടെ പുറത്തേക്ക് കൊണ്ടുപോകണം, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ കീഴിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള KM മാണി ആയിരുന്നു ആ ഒരു GST കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P ചിദംബരമാണ് 2005. ഇനി അതിന്റെ ആ ഒരു GST കമ്മിറ്റിന്റെ ചെയർമാൻ ആരെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു KM മാണിയാണ്. ഇനി നമ്മൾ പറഞ്ഞു GST എന്ന് പറയുന്നത് ആദ്യമേ ഒരു ബില്ല് രൂപേണ നമ്മൾ പാർലമെന്റിൽ കൊണ്ടുവരണം, അല്ലെ? ബില്ല് രൂപേണ പാർലമെന്റിൽ കൊണ്ടുവന്ന അവസാനം പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, അത് ആക്ട് ആയിട്ട് മാറുന്നത്, അല്ലെ? അപ്പം ഈ GST എന്ന് പറയുന്നത് എന്താണ്, 122ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലാണ് എന്തെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത്. അപ്പൊ അത് വേണം, അതായത് എടുത്തു പറയാനുള്ള കാര്യം ചോദിക്കാം, അതായത് 122ാം അമെന്റ്മെന്റ് ബില്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 122ാം അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്. അതായത് GST എന്ന് പറയുന്നത് 122ാം അമെന്റ്മെന്റ് ബില്ലാണ്, പക്ഷെ ആക്ടിന്റെ നമ്മൾ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ എത്രാമത്തെയാണ്, 101ാം അമെന്റ്മെന്റ് ആക്ട് ആണ്. അതായത് GST രൂപീകരിച്ചത് എന്തിന്റെ കീഴിലാണ്, 101 അല്ലെങ്കിൽ 101ാം അമെന്റ്മെന്റ് ആക്ടിന്റെ കീഴിലും 122ാം അമെന്റ്മെന്റ് ബില്ലിന്റെ കീഴിലുമാണ് രൂപീകരിച്ചത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ബില്ലെന്ന് പറയുന്നത് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒന്നെങ്കിൽ ലോകസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ബില്ലെന്ന് പറയുന്നത്. എല്ലാ ബില്ലുകളും എന്തായിട്ട് മാറത്തില്ല, ആക്ട് ആയിട്ട് മാറത്തില്ല. എന്ത് ചെയ്യുമ്പോഴേ അത് ആക്ട് ആയിട്ട് മാറത്തുള്ളൂ, പ്രസിഡന്റിന്റെ സമ്മതം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് എന്തായിട്ട് മാറുന്നത്, അതൊരു ആക്ട് ആയിട്ട് മാറുന്നത്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലാരിറ്റി വേണം. അതായത് എത്രാമത്തെ ബില്ലാണ് അല്ലെങ്കിൽ എത്രാമത്തെ അമെന്റ്മെന്റ് ആക്ട് ആണ്, ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. ഇനി
ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് 1-2 പോയിന്റ്സും കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതായത് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു 122ാം അമെൻമെന്റ് ബില്ലാണ് എന്തെന്ന് പറയുന്നത് GST എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ 122ാം അമെൻമെന്റ് ബില്ല് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം, അതായത് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2016 ഓഗസ്റ്റ് 3-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. GST എന്ന് പറയുന്ന ബില്ല് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് രാജ്യസഭയിൽ 2016 ഓഗസ്റ്റ് 3-നും ലോകസഭയിൽ 2016 ഓഗസ്റ്റ് 8-നുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് രാജ്യസഭയിൽ 2016 ഓഗസ്റ്റ് 3-നും ലോകസഭയിൽ 2016 ഓഗസ്റ്റ് 8-നുമാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, GST ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഈ 2 ദിവസം പാസ്സാക്കിയിട്ട് ബില്ല് എവിടേക്ക് വരും, പ്രസിഡന്റിന്റെ കയ്യിലേക്ക് വരും അല്ലെ. ഇനി പ്രസിഡന്റ് ഇത് സൈൻ ചെയ്തത് എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 തന്നെയാണ്. 2016 സെപ്റ്റംബർ 8-നാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് ഇത് സൈൻ ചെയ്യുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, രാജ്യസഭയിൽ എപ്പോൾ വന്നു, രാജ്യസഭയിൽ എപ്പോഴാണ് വന്നത്, 2016 ഓഗസ്റ്റ് 3-നാണ് വന്നത്. ഇനി ലോക്സഭയിൽ എപ്പോഴാണ് വന്നത്, 2016 ഓഗസ്റ്റ് 8-ലാണ്. ഇനി എപ്പോഴാണ് പ്രസിഡന്റ് സമ്മതം കൊടുത്തിട്ട് അതൊരു അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ 101ാം അമെൻമെന്റ് ആക്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എപ്പോഴാണ്, 2016 സെപ്റ്റംബർ 8-നാണ് അത് കൺവേർട്ട് ചെയ്ത് മാറുന്നത് അല്ലെ. ഇനി അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ നോക്കി. ഇനി നോക്കാനുള്ളത് GST എന്ന് പറയുന്ന ആശയം നമ്മൾ പറഞ്ഞു, അതായത് അതിന്റെ അമെൻമെന്റ് ബില്ല് നമ്മൾ പറഞ്ഞു, ഇനി അമെൻമെന്റ് ആക്ട് പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് അനുച്ഛേദനങ്ങൾ ഏതാണ്, അതായത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 1-2 ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ആ ആർട്ടിക്കിൾസ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 279A ആണ്. മറന്നു പോയത് ആർട്ടിക്കിൾ 279A ആണ്. ആർട്ടിക്കിൾ 279A അല്ലെങ്കിൽ അനുച്ഛേദനം 279A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ അധികാരമാണ്. അതായത് GST കൗൺസിലുകൾ രൂപീകരിക്കാൻ പ്രസിഡന്റിന്റെ അധികാരത്തെ പറ്റി പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, 279A എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയാണ് 246A. 246A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞു GST എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇൻഡയറക്ട് ടാക്സ് ആണ് അല്ലെങ്കിൽ പരോക്ഷ നികുതിയാണ്. അത് ആരാണ് പിരിക്കുന്നത്, സെൻട്രൽ ആണ്. അതായത് പണ്ട് സംസ്ഥാനം അല്ലെങ്കിൽ കളക്ട് ചെയ്തുന്ന ടാക്സ് എന്ത് ചെയ്യാൻ പോവാണ്, ഇനി സ്റ്റേറ്റും കൂടി അല്ലെങ്കിൽ സെന്റർ കളക്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ GST എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നപ്പം ഈ പാർലമെന്റിനും അതേപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളിലുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭകൾക്കും ഒരേപോലെ ഈ GST കൗൺസിലിൽ അധികാരം ഉണ്ടെന്ന് പറയുന്ന അനുച്ഛേദനമാണ് എന്തെന്ന് പറയുന്നത്, 246A. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ 246A എന്ന് പറയുന്നത് ഒരേ സമയം ഈ പാർലമെന്റിനും അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും എന്തുണ്ട്, ഈ പറയുന്ന GST കൗൺസിലില്ല അല്ലെങ്കിൽ ആ GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം 2 പേർക്കും ഉണ്ട്. അതായത് പാർലമെന്റിനും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഉണ്ട്. അപ്പം അത്രയും കാര്യങ്ങളാണ് GST കൗൺസിലിന്റെ പ്രൊവിഷൻസുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് എന്ന രീതിയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, GST കൗൺസിൽ ആരാണ് ചെയർ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആരെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം സാധാരണ ഓപ്ഷൻസ് ഇടുന്നത് പ്രൈം മിനിസ്റ്റർ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ യൂണിയൻ ഹോം മിനിസ്റ്റർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെ ഫ്രെയിം ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കൊരു വ്യക്തത വേണം. അതായത് GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും മറന്നു പോരുത്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്, GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി GST കൗൺസിലിന്റെ ഒരു ഫംഗ്ഷൻസ് കൂടി ഞാൻ പറയാം. അതായത് GST കൗൺസിലിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന GST എവിടെയൊക്കെ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ എത്ര ശതമാനം. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, സോപ്പ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ, ഓരോ കാറ്റഗറിക്കും എത്ര ശതമാനം നികുതി ഈടാക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് എന്തിന്റെ പ്രധാന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, GST കൗൺസിൽസിന്റെ പ്രധാന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. GST കൗൺസിൽ ആരാണ് ചെയർ ചെയ്യുന്നത്, അതിന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്. ആർട്ടിക്കിൾ 279A പ്രസിഡന്റ് GST കൗൺസിൽ രൂപീകരിക്കുന്ന കാര്യം, അതേപോലെ തന്നെ 246A എന്ന് പറയുന്നത് ഒരേ സമയം പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അല്ലെങ്കിൽ നിയമങ്ങളിൽ ഡീൽ ചെയ്യാനുള്ള ഒരു അധികാരത്തെ പറ്റിയിട്ടാണ് ഏതിൽ പറയുന്നത്, ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദനം 246A. അപ്പൊ നമ്മൾ GST സംബന്ധമായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കി. ഇനി നോക്കാനുള്ളത് GST എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് നോക്കുക. അതായത് ജൂലൈ 2017 GST കെയിം ഇൻ ടു എഫക്ട് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്, ജൂലൈയിലാണ്. ഇനി അത് കേരളത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 2017. നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു പ്രസ്താവന രൂപേണ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ ആ 2 സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം. അതായത് മൊത്തത്തിൽ പ്രാബല്യത്തിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂലൈ 2017, അതല്ല
കെയിം ഇൻ ടു എഫക്ട് ഓൺ കേരള എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 2017 ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന GST ബില്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് 122 ബില്ലാണ്. അതേപോലെ തന്നെ എന്താണ് 101 അമെന്റ്മെന്റ് ആക്ടുമാണ് എന്തെന്ന് പറയുന്നത് GST എന്ന് പറയുന്നത് പറഞ്ഞു. പിന്നെ നമ്മൾ GST കൗൺസിലിന്റെ കാര്യം പറഞ്ഞു. ഇനി ഈ പറയുന്ന ഫസ്റ്റ് ഇത് അപ്രൂവ് ചെയ്ത്, അതായത് സ്റ്റേറ്റുകൾ റാറ്റിഫൈ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ 16 സ്റ്റേറ്റുകൾ അംഗീകരിക്കുമ്പോഴാണ് ആ ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പം ആദ്യമായിട്ട് ഈ ഒരു ബില്ലിനെ അംഗീകരിച്ച സംസ്ഥാനം ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് GST എന്ന് പറയുന്ന ആ ഒരു ബില്ലിനെ അംഗീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആസാമാണ്. രണ്ടാമത്തത് ബീഹാറാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 16 സ്റ്റേറ്റുകൾ അംഗീകരിക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, അതൊരു ആക്ട് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1ഉം 2ഉം നമുക്ക് അറിയണം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ആസാമും രണ്ടാമത്തെ എന്ന് പറയുന്നത് ബീഹാറുമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം 16ാമത്തതാകുമ്പോഴാണല്ലോ അതെന്തായിട്ട് മാറുന്നത്, ആക്ട് ആയിട്ട് അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 16ാമതായിട്ട് മീൻസ് അക്സെപ്റ്റ് ചെയ്ത സ്റ്റേറ്റിന്റെ പേരും കൂടെ നമുക്ക് അറിയണം. 16ാമതായിട്ട് അക്സെപ്റ്റ് ചെയ്തത് ഒഡീഷയാണ്. അതായത് 16ാമതായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഒഡീഷ എന്നുള്ള കാര്യം അറിയണം. ഒന്നാമത് ആസാം, രണ്ടാമത് ബീഹാർ, 16ാമത് ഒഡീഷയാണ്. അപ്പം ഈ ഒരു 3 പോയിന്റ്സും കൂടി നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കണം. ചോദിച്ചിട്ടുണ്ട്, അതായത് 16ാമത് GST എന്ന് പറയുന്ന അല്ലെങ്കിൽ GST അംഗീകരിച്ച സ്റ്റേറ്റ് ഏതാണ് അല്ലെങ്കിൽ സംസ്ഥാനം ഏതാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഏതാണ്? ഒഡീഷയാണ്. അപ്പം അത്രേ അറിയണം. ഇനി അതേപോലെ തന്നെ അതായത് നമ്മൾ ഗ്ലോബലി നോക്കുമ്പോൾ ഈ GST എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം അതും കൂടെ അറിയാം. GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, അല്ലെങ്കിൽ ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്. അതായത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GST എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അത് കൺസപ്ഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതേപോലെ തന്നെ എന്താണ്, ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇനി അതേപോലെ തന്നെ GSTയിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് GSTന്റെ കാറ്റഗറിയിൽ പെടുന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. അതായത് ഒന്ന് സെയിൽസ് ടാക്സ്, അതേപോലെ തന്നെ ലക്ഷറി ടാക്സ്, അതേപോലെ തന്നെ എക്സൈസ്, അല്ലെങ്കിൽ എന്താ പറയാ ടാക്സസ് ഓൺ ലോട്ടറി. ഈ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, നമ്മളുടെ GSTയിൽ വരുന്നത്. അതായത് GSTന്റെ കീഴിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സുകളായിട്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളാണ് വരുന്നത്. ഇനി GSTയിലുള്ള ടാക്സുകൾ നമുക്ക് ഒരു 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതായത് ഒന്ന് STST എന്ന് പറയും. STST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST എന്നും, പിന്നീട് CGST എന്ന് പറയുന്ന സാധനമുണ്ട്, അതിന് നമ്മൾ സെൻട്രൽ GST എന്ന് പറയും. പിന്നീട് IGST എന്ന് പറയുന്നുണ്ട്. IGST എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രേറ്റഡ് CGST. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റേറ്റ് കൊണ്ടായിരിക്കും സംസ്ഥാനങ്ങൾ ഒരേപോലെ ഇൻവോൾവ് ആവുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന GSTകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. പിന്നീട് 4ാമത് UT GST. UT എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് എന്താണ്, യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ അതുമായിട്ട് സംബന്ധപ്പെട്ടതിനെയാണ് എന്തെന്ന് പറയുന്നത് UT GST എന്ന് പറയുന്നത്. അപ്പം 4 കാറ്റഗറിയാണ് ഉള്ളത്. അതായത് ക്ലാസിഫിക്കേഷൻസ് ആണ് ചോദിക്കാറുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഒന്ന് CGST ആണ്, സെൻട്രൽ CGST. രണ്ടാമത് SGST, അതിന് സ്റ്റേറ്റ് CGST നമുക്ക് ഫുൾ ഫോമോട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ IGST, അതിൽ GSTന്റെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചു, അപ്പൊ അത് നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ I എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. I എന്ന് പറഞ്ഞാൽ I ഫോർ ഇന്റഗ്രേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. പിന്നീട് എന്താ UT എന്നുള്ളത് എന്താ, യൂണിയൻ ടെറിട്ടറി ആണ്. യൂണിയൻ ടെറിട്ടറി GST എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചെറിയൊരു ടൈമും കൂടിയുണ്ട്. അതായത് അതിന് നമ്മൾ പറയുന്ന പേരാണ് GST കോമ്പൻസേഷൻ സെസ്. അപ്പം എന്താണ് GST കോമ്പൻസേഷൻ സെസ് എന്നുള്ളത് നമുക്ക് അറിയണം. അതായത് അതിന്റെ ഡെഫിനേഷനും അറിയണം, അതെങ്ങനെയാണ് ഒറിജിനേറ്റ് വന്നെന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതായത് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് GST എന്ന് പറയുന്നതിന്റെ ആശയം എന്ന് പറയുന്നത് എന്താണ്, വൺ നേഷൻ വൺ ടാക്സ്. അതായത് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറയുന്ന ആശയമാണ് GST മുന്നോട്ട് വെക്കുന്നത്. അതാണ് നമ്മളെ മോട്ടോ അല്ലെങ്കിൽ ആപ്തവാക്യമായിട്ട് നമ്മൾ 101 അമെന്റ്മെന്റ് ആക്ട് വഴി രൂപീകരിച്ചപ്പം, അല്ലെങ്കിൽ നമ്മൾ ജൂലൈ 2017 മുതൽ എഫക്ട് ആയതിനു ശേഷം നമ്മൾ പറയുന്ന മോട്ടോ എന്ന് പറയുന്നത് എന്താണ്, വൺ നേഷൻ വൺ ടാക്സ് എന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സാധാരണ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ 2017 മുമ്പ് വരെ സ്റ്റേറ്റ് കളക്ട് ചെയ്തു തന്നെ കുറെ ടാക്സുകൾ, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരേണ്ട കുറെ കാശുകളുണ്ട്, അല്ലെങ്കിൽ കുറെ റവന്യൂ ഉണ്ട്. അത് ഇനി മുതൽ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക, GST വന്നതിന്റെ ഭാഗമായിട്ട് അതിനി സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് കളക്ട് ചെയ്യുന്നുണ്ടാവുക. സോ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, സ്റ്റേറ്റിന് കിട്ടുന്ന കാശ് കുറയും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റവന്യൂ കുറയും അല്ലെ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് എന്തെന്ന് പറയുന്നത്,
കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. അപ്പം കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട 1% ഭാഗമാണല്ലോ സെന്റർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്നത് GST രൂപയാണ്. അപ്പം അതിലൊരു ഇത്ര ശതമാനം ഓരോ വട്ടം കോമ്പൻസേഷൻ ആയിട്ട് സ്റ്റേറ്റിന് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് എന്തെന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഓൾറെഡി സ്റ്റേറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന റവന്യൂ GST രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്നുണ്ട്. സോ അവർ കളക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് തിരിച്ച് ഒരു റവന്യൂക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് കുറച്ച് നാൾക്ക് ശേഷം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമ്പൻസേഷൻ രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സാധാരണ അവർ എത്രയാണോ പിരിച്ചെടുക്കുന്നത് അതിന്റെ ഒരു ശതമാനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ചോദിക്കാറുണ്ട്, GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. അതായത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്തിന്റെ ഭാഗമായിട്ടാണ്, ബേസ്ഡ് ഓൺ 101 അമെൻമെന്റ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻലി ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ GST എന്ന് പറയുന്ന ഡെഫിനിഷൻ നോക്കി. GST എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. പിന്നീട് നമ്മൾ നോക്കി GST കൗൺസിൽ എന്ന് പറയുന്ന ആശയം നോക്കി, അല്ലെ GST കൗൺസിൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആരാണ്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. പിന്നെ GSTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കി. ആർട്ടിക്കിൾ എന്താണ്, 279A 246A ആണ് എന്ത് ചെയ്യുന്നത്, GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനുച്ഛേദം എന്ന് പറയുന്നത്, അല്ലെ. പിന്നെ നമ്മൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ചെയർമാൻ എന്ന കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പിന്നീട് അതിന്റെ മോട്ടോ നമ്മൾ നോക്കി, എന്താണ്, 1 നേഷൻ 1 ടാക്സ് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് ലോക്സഭ പാസ്സാക്കിയ വർഷം നോക്കി. പിന്നെ വ്യത്യാസം നമ്മൾ പറഞ്ഞു, അല്ലെ. അതായത് ബില്ലും, അതായത് 122ാം അമെൻമെന്റ് ബില്ലും 101ാം അമെൻമെന്റ് ആക്ടും തമ്മിലുള്ള വ്യത്യാസം, അതായത് ബില്ലും ആക്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വ്യക്തമായിട്ട് നോക്കി. പിന്നെ ആദ്യമായിട്ട് ഇത് റാറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ അംഗീകരിച്ച സംസ്ഥാനം ഏതാണ്, ആസാം നമ്മൾ നോക്കി. രണ്ടാമത് നോക്കിയത്, അല്ലെങ്കിൽ രണ്ടാമത് അക്സെപ്റ്റ് ചെയ്ത് ബീഹാർ എന്നുള്ള കാര്യം നോക്കി, അല്ലെ. പിന്നീട് 16ാമത് സ്റ്റേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ നമ്മളത് എടുത്ത് പഠിക്കണം എന്നുള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് അത് അംഗീകരിക്കുമ്പോഴാണ് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ആക്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 16ാമത്തെ സ്റ്റേറ്റ് നമുക്ക് അറിയണമെന്ന് നമ്മൾ പറഞ്ഞു. 16ാമത്തെ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, ഒഡീഷയാണ്, അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ GSTയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുവരെ PSC ഈ പറയുന്ന +2 തലമാണെങ്കിലും, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിനൊക്കെ ആണെങ്കിലും ഡിഗ്രി മെയിൻസിനൊക്കെ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.